എല്ലാ ബഹുമാന്യ സഹോദരീ സഹോദരന്മാർക്കും പ്രിയപ്പെട്ടവരാകുന്ന എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ രാത്രി സമയം വീണ്ടും ദൈവവചനം ധ്യാനിപ്പാനും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാനും പഠിപ്പാനുമായി ഒന്നിച്ചുകൂടി വരുവാൻ ദൈവം നമ്മെ സഹായിക്കുകയും അതിനായി കൂട്ടിവരുത്തുകയും ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ഇല്ലാതിരുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പുതുമുഖങ്ങളായിട്ട് ചിലരൊക്കെയുണ്ട്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തിൽ അധികമായിട്ട് ഏകദേശം 13 മാസങ്ങളായിട്ട് നമ്മൾ ഈ ലേഖനത്തിൽ നിന്ന് പഠിപ്പാന്റെ കൗണം ദൈവം നമ്മളെ സഹായിച്ചു കൊണ്ടിരുന്നു. ദൈവം അനുവദിച്ചാൽ ചില ആഴ്ചകൾക്കുള്ളിൽ നമുക്കിത് അവസാനിപ്പിക്കുവാനായി കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം പ്രധാനപ്പെട്ട ചിന്തകളൊക്കെയും വിശദമായിട്ട് കഴിഞ്ഞ നാളുകളിൽ സമയമെടുത്ത് ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. തുടർന്നുള്ളതാകുന്ന വിഷയങ്ങൾ ചിന്തിപ്പാൻ അല്പം കൂടെ എളുപ്പമാണ്. കാരണം പല വിഷയങ്ങൾക്കും അധികം വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ളത് കൊണ്ട് റോമാലേഖനം പഠിച്ച ശേഷം മറ്റേതെങ്കിലും ലേഖനമോ മറ്റോ പഠിക്കാം എന്ന് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് റോമാലേഖനം 12-ാം അധ്യായം മുതലുള്ളതാകുന്ന വിഷയങ്ങളാണ്. അതുവരെ എഴുതിയതാകുന്ന ഉപദേശത്തിന്റെ പ്രായോഗികമാകുന്ന നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അതുവരെ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നതാകുന്ന, അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹ വളരെ ബൃഹത്താകുന്ന ഉപദേശങ്ങൾ താന് എഴുതി, എന്നാൽ അതിന്റെ പ്രായോഗികമാകുന്ന വിഷയങ്ങളാണ് 12-ാമത്തെ അധ്യായം മുതൽ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് 13-ാമത്തെ അധ്യായം ധ്യാനിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. 13-ാമത്തെ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമെന്നുള്ളത് ദൈവമക്കൾ എങ്ങനെ നല്ല പൗരന്മാരായിരിക്കുമെന്നുള്ളത് പറഞ്ഞു തുടങ്ങി. അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ ആരംഭിച്ച് 8 മുതൽ 10 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ നല്ല കൂട്ടുകാർ അല്ലെ നല്ല അയൽക്കാർ എങ്ങനെയാണ് ആകാൻ കഴിയുന്നത്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ നിവൃത്തീകരണം എങ്ങനെയാണ്, അതേ തുടർന്ന് എന്തുകൊണ്ടങ്ങനെ ആയിരിക്കണം എന്ന വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കർത്താവിന്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ പോലെ അങ്ങനെ പ്രായോഗികമായിട്ട് ജീവിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന മറ്റ് യാതൊരു ഉപദേശങ്ങളുമില്ല. കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ളതാകുന്ന ബോധ്യമാണ് ദൈവിക ശുശ്രൂഷകൻ എന്ന നിലയിൽ സ്റ്റേറ്റിനോടും ഗവൺമെന്റിനോടും, അല്ലെങ്കിൽ അതേ തുടർന്ന് സ്നേഹത്താൽ നിവർത്തിക്കപ്പെടേണ്ടതാകുന്ന ന്യായപ്രമാണത്തോടുമുള്ള ശരിയായ കാഴ്ചപ്പാട് കർത്താവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിലാണ് നമുക്കുണ്ടാകുന്നത്. ആ കാര്യം നമ്മൾ കണ്ടു. അതിന്റെ 13-ാമത്തെ അധ്യായം 11 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ ഇതു ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയിക്കയാൽ തന്നെ. ആ കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ ദൈവമിടയാക്കിയല്ലോ. ആകയാല് സമയക്കുറവിനാൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. 14-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. ഇന്ന് ദീർഘമാകുന്ന സമയം ഞാൻ എടുക്കുകയല്ല, കഴിവുന്ന നേരത്തെ നിർത്തുവാനായിട്ട് പരിശ്രമിക്കാം. 14-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ ഉള്ളതാകുന്ന വാക്യങ്ങൾ, ഏകദേശം 15-ാം അധ്യായം 13-ാം വാക്യം വരെ ഒരു പ്രത്യേക വിഷയമാണ് പൗലോസ് ശ്ലീഹ അവിടെ ഡീല് ചെയ്യുന്നത്. റോമിലുള്ളതാകുന്ന സഭയിലുള്ളതാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെ മുൻനിർത്തിയാണ് ഈ തിരുവചന ഭാഗം എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്ന സഭകളിൽ തന്നെ വിവിധമാകുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അവർക്ക് അഭിപ്രായ ഭിന്നതകളും വേണ്ട നിലയിൽ ഉള്ളതാകുന്ന ഒരുമയും ഐക്യതയും
ഇല്ലാതിരുന്ന ഒത്തിരി സന്ദർഭങ്ങൾ ആദിമസഭയിൽ ഉണ്ടായിരുന്നെന്നുള്ളത് ലേഖനങ്ങളിൽ കൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കൊരിന്തു സഭയുടെ കാര്യം എടുത്താലും ഒരുപാട് വിഷയങ്ങളിൽ അവർ ഭിന്നിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതിന് ആ പ്രത്യേക സാഹചര്യങ്ങൾ തന്നെയാണ് അവരുടെ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിന്റെ ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ അവരെങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം എഴുതുവാൻ. ഓൾ ദ എപ്പിസൽസ് വെർ ഒക്കേഷൻഡ്. അതിനൊക്കെ പ്രത്യേക ഒക്കേഷൻസ് ഉണ്ടായതുകൊണ്ടാണ് എഴുതുവാനിടയായി തീർന്നത്. നമുക്കറിയാം, ഗലാത്യ സഭയെക്കുറിച്ചും പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന മുന്നറിയിപ്പ് നൽകുന്നു. എഫെസോസ് സഭയെക്കുറിച്ചും ഐക്യതയെക്കുറിച്ചുള്ളതാകുന്ന സന്ദേശം താൻ നൽകുന്നുണ്ട്. ഫിലിപ്പിയ സഭയെക്കുറിച്ചും അത് നൽകുന്നുണ്ട്. ഫിലിപ്പിയ സഭയിൽ വലിയ പ്രശ്നങ്ങൾ, അതായത് പുറത്ത് വലിയ ഉപദ്രവങ്ങൾ നേരിടുമ്പോൾ തന്നെ അകത്ത് സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യതയില്ലായ്മയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വിശേഷിച്ച് 2 സഹോദരിമാരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളത് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ ആവശ്യപ്പെടുന്നു എന്ന് പൗലോസ് അവരുടെ പേര് വിളിച്ച് എഴുതുന്നുണ്ട്. ആകട്ടെ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സഭയിൽ തന്നെ വിവിധ നിലകളിലുള്ളതാകുന്ന ഐക്യതയില്ലായ്മ, പല വിഷയങ്ങളിൽ അന്യോന്യം വിധിച്ചും അന്യോന്യം അവര് കുറ്റം ചുമത്തിയും ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചതുപോലെയുള്ളതാകുന്ന ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ അവർക്ക് കഴിയാതെ ഇരുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങളിലാണ് ഈ ലേഖനങ്ങളൊക്കെ എഴുതപ്പെട്ടത്. റോമിലുള്ളതാകുന്ന വിശുദ്ധന്മാർക്ക് എഴുതുമ്പോഴും അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഐക്യതയില്ലായ്മയല്ലായിരുന്നു എന്നുള്ളത് ഇത്രത്തോളം നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കി. എങ്കിലും അവിടെയും ചില പ്രശ്നങ്ങൾ ആ സഭയിലും ഉണ്ടായിരുന്നതായിട്ട് തുടർന്നുള്ളതാകുന്ന വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. വേണമെന്നുണ്ട് സിസ്റ്റേഴ്സ്, ആ ചെയർ അങ്ങ് മാറ്റാമെങ്കിൽ അവർക്ക് എന്റെ ഫേസ് കാണാമല്ലോ. ഖസേറയുടെ പുറകിൽ ശൗല് മറഞ്ഞിരുന്നത് പോലെ നിങ്ങളാരും മറഞ്ഞിരിക്കണ്ട. ഓക്കെ, താങ്ക് യു. മുന്നോട്ട് കയറിയിരുന്നു അവനെ. ഗോഡ് ബ്ലസ് യു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അങ്ങനെയുള്ളതാകുന്ന സ്വരച്ചേർച്ചയില്ലായ്മ ഈ സഭയിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാര്യമാണ് പൗലോസ് ഈ 14ഉം 15ഉം അധ്യായങ്ങളിൽ, വിശേഷിച്ച് 15-ാം അധ്യായം 13-ാമത്തെ വാക്യം വരെ, അത് കഴിഞ്ഞ് മറ്റൊരു വിഷയമാണ്. 14-ാം അധ്യായം മുഴുവനും 15-ാം അധ്യായം he is dealing with that problem in the church, the whole chapter of chapter 14 and also chapter 15 until verse 13. 13-ാമത്തെ വാക്യം വരെ, അതുവരെ ഈ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്ന പ്രായോഗികമാകുന്ന ചില പ്രശ്നങ്ങൾ, അതിനുള്ളതാകുന്ന പ്രതിവിധികളാണ് പൗലോസ് ഇവിടെ നൽകുന്നത്. എന്നാൽ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്, വളരെ മണ്ടൈൻ, വളരെ ട്രിവ്യലായിട്ടുള്ള, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളല്ല എന്ന് തോന്നുന്ന നിലയിലുള്ള കാര്യങ്ങളൊക്കെ പൗലോസിനെ പറയാൻ പോകുന്നത്. എന്നാൽ അങ്ങനെയുള്ളതാകുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിവിധി നൽകുവാനായി താൻ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ കൂടെ വളരെ മൂല്യമുള്ള, വളരെ ഘനമുള്ള ഉപദേശങ്ങളുടെ വെളിച്ചത്തിലാണ് അത് ഡീല് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, കർത്താവിന്റെ മരണത്തെക്കുറിച്ചും ഉയിർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും ന്യായാസനത്തെക്കുറിച്ച് പറയുന്നതിനാൽ അവിടുത്തെ മടങ്ങിവരവിനെക്കുറിച്ചും പിന്നീട് ദൈവരാജ്യത്തെക്കുറിച്ചും എന്നു വേണ്ട പ്രാധാന്യമുള്ള ഉപദേശങ്ങളെല്ലാം ഇടയ്ക്ക് കോർത്ത്
കോർത്തിണക്കിയാണ് പ്രായോഗികമാകുന്ന പ്രശ്നങ്ങളെ പൗലോസ് ഡീല് ചെയ്യുന്നത്. ഇത് വളരെ ശ്രദ്ധേയമാകുന്ന ഒരു വിഷയമാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ കോർപ്പറേറ്റ് സർക്കിൾസിൽ ഉപയോഗിക്കുന്ന തത്വങ്ങളല്ല സഭയുടെ പ്രശ്ന പരിഹാരത്തിന് ഉതകേണ്ടതെന്നുള്ളതിനുള്ള വ്യക്തമാകുന്ന തെളിവാണിത്. പൗലോസിനെ പോലെ ജ്ഞാനിയാകുന്ന ഒരു മനുഷ്യൻ തത്വജ്ഞാനവും പ്ലേറ്റോ, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ മുതലായവരെ വളരെ നന്നായിട്ട് ഉദ്ധരിപ്പാൻ കഴിവുണ്ടായിരുന്ന വ്യക്തിയാണ് പൗലോസ്ലീഹ. എന്നാൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവസഭയുടെ ഡിസ്യൂണിറ്റി ഡീല് ചെയ്യുമ്പോൾ മാനുഷികമാകുന്ന തത്വ സംഹിതകളും സ്വഭാവ സവിശേഷതകളുടെ വ്യത്യാസങ്ങളും ഒന്നും പറഞ്ഞല്ല പ്രശ്നം ഡീല് ചെയ്യുന്നത്. നേരെ മറിച്ച് കർത്താവിന്റെ ക്രൂശിങ്കിലേക്കും അവിടുത്തെ മരണ പുനരുത്ഥാനത്തിങ്കിലേക്കും അവിടുത്തെ മടങ്ങിവരവിനെ കുറിച്ചും അവിടുത്തെ നിത്യരാജ്യത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞാണ് പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുന്നത്. ഞാൻ പലപ്പോഴും ഇത് എന്റെ ഹൃദയത്തിലേക്ക് ഓടി വരുമ്പോൾ ഞാനത് ഇന്നുള്ള സാഹചര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ദൈവത്തിന്റെ വലിയ കരുണയാൽ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനും ചെറുപ്പം മുതലേ സൺഡേ സ്കൂള് പഠിപ്പാനും സഭായോഗങ്ങൾക്ക് പോകാനും ഒക്കെ ദൈവം ഒരു കൃപ എന്നോട് ചെയ്തതുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ആ കാലങ്ങളിൽ എൽഡേഴ്സ് ആയിട്ടുള്ള, വിശേഷിച്ച് പാസ്റ്റർ TG ഉമ്മൻ തുടങ്ങിയതാകുന്ന അനുഗ്രഹീതരാകുന്ന കർത്താവിന്റെ ഭൃത്യന്മാർ സഭയിലെ പ്രശ്ന പരിഹാരങ്ങൾക്ക് വരുമ്പോൾ അവർക്ക് വലിയ ലൗകികമാകുന്ന തത്വങ്ങളൊന്നും ഉദ്ധരിപ്പാൻ അവർ തുനിഞ്ഞിട്ടില്ല. അവരേത് പ്രശ്നങ്ങളെയും ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് വേദപുസ്തകം എന്തു പറയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇന്ന് സഭയുടെ ഏത് പ്രശ്നമായാലും, എന്ത് പ്രശ്നമായാലും, ഫോർ ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്, ജീവനോ ഭക്തിയെ കുറിച്ച് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ സകല കാര്യങ്ങൾക്കും പരിഹാരം തേടേണ്ടത് ഈ പുസ്തകത്തിൽ നിന്നായിരിക്കണം. ആ ഒരു തത്വം ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വിശദമായി അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ വേദഭാഗം ഒന്ന് വായിച്ചിട്ട്, ഞാൻ അധികം അതിനെക്കുറിച്ച് വിശദീകരിക്കത്തില്ല, മനസ്സിലാകുന്ന നിലയിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അതിന്റെ നമ്മോടുള്ള ബന്ധത്തിലുള്ള ആപ്ലിക്കേഷനും പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിന്റെ 14-ാമത്തെ അധ്യായം, റോമാലേഖനം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ളതാകുന്ന വേദഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. റോമാലേഖനം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ ദയവായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന് വായിക്കാം. ദൈവം അവനെ കൈകൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുന്നവൻ കർത്താവിന് കഴിയുമല്ലോ. ഒരുവൻ ഒരു ദിവസത്തെക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താൻ തന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു. അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ.
മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എന്റെ മുൻപിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗം വായിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ആ മുഖവുരയുടെ വെളിച്ചത്തിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായി എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ വേദഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ അധ്യായങ്ങളിൽ പൗലോസ് ശ്ലീഹ സ്നേഹത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് താൻ പറഞ്ഞു. കൂട്ടുകാരനെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും എന്തിനേറെ ശത്രുക്കളെ പോലും സ്നേഹിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. ഈ 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അത് പ്രായോഗിക തലത്തിലേക്ക് താൻ കൊണ്ടുവരികയാണ്. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സ്നേഹപ്രകാരം നടക്കുക എന്ന ദൈവവചനത്തിന്റെ തത്വം ഈ പ്രത്യേക സാഹചര്യത്തോട് ബന്ധപ്പെടുത്തി പ്രായോഗികമായിട്ട് പൗലോസ് അത് വിശദീകരിക്കുകയാണ്. ഇവിടെ റോമിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുന്ന റോമിലെ വിശുദ്ധന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം. ഈ പ്രശ്നമെന്നുള്ളത് പ്രധാനമായിട്ട് 2 കാറ്റഗറിയിലുള്ള 2 ഗ്രൂപ്പിലുള്ള കൂട്ടരെ അവിടെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, പൗലോസിന്റെ വാക്കിൽ ബലഹീനരായവർ. മറ്റൊന്ന്, അതിന്റെ 15-ാം അധ്യായം 1-ാം വാക്യം, ശക്തരായ നാം. അപ്പം ശക്തരും അശക്തരും. എന്താണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്? പ്രിയമുള്ളവരെ, ബലഹീനരെന്നൊക്കെ പറയുമ്പോൾ താൻ അർത്ഥമാക്കുന്നത്, നമ്മൾ പലപ്പോഴും പാപങ്ങൾക്ക് പര്യായ പദമായി ബലഹീനത എന്ന് പറയുന്ന അർത്ഥത്തിലല്ല ഇവിടെ ബലഹീനത ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ആദ്യമേ തന്നെ ഗ്രഹിച്ചുകൊള്ളണം. അതായത് എപ്പോഴും പാപങ്ങൾക്ക് അധീനരായി എപ്പോഴും പിന്നെയും അതേ പാപം തന്നെ ചെയ്യുന്ന അവസ്ഥയിൽ യാതൊരു വിധമാകുന്ന ഇച്ഛാശക്തിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിയന്ത്രിതമാകാത്ത നിലയിൽ, ആ നിലയിൽ വശംവദരാകുന്നവരെ കുറിച്ചല്ല പൗലോസ് ഇവിടെ പറയുന്നത്. നേരെ മറിച്ച് ബലഹീനർ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള ചില ചിന്താഗതികളെ കുറിച്ചാണ് ബലഹീനർ എന്ന വാക്കിനാൽ പൗലോസ് പറയുന്നത്. അവരുടെ മനസ്സിൽ കയറിക്കൂടിയിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്കെങ്ങനെയോ അവരുടെ പ്രത്യേക സാഹചര്യത്തിൽ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, അതിനെ പൗലോസ് അത് ശരിയാണ് എന്ന നിലയിലല്ല പൗലോസ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. നേരെ മറിച്ച് ആ നിലയിൽ ബലഹീനരായിരിക്കുന്ന ചിലരുണ്ട്, എന്നാൽ ആ ഏരിയയിൽ ശക്തരായിരിക്കുന്ന ചിലരുമുണ്ട്. ഈ 2 ഗ്രൂപ്പിൽപ്പെട്ടവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവര് തമ്മിലുള്ളതാകുന്ന ആശയപരവും പ്രായോഗികമായിട്ടുമുള്ള വ്യത്യാസങ്ങളാണ് റോമിലെ സഭയുടെ ഐക്യതയ്ക്ക് തടസ്സമായി നിന്നത്. ഈ വിഷയമാണ് പൗലോസ് ഇവിടെ അവർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ ഡീല് ചെയ്യുന്നത്. ഈ വേദഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ അവിടെ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഇത് ഈ പ്രത്യേക പശ്ചാത്തലത്തിലും അതിൻ്റെ ആ പ്രത്യേക ബാക്ക്ഗ്രൗണ്ടിൽ വേണം ഇത് മനസ്സിലാക്കുവാൻ. അല്ലെങ്കിൽ പെട്ടെന്നത് നമ്മൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് നമ്മൾ ചില കാര്യങ്ങൾ വേണ്ട നിലയിൽ അത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് എന്തായിരുന്നു അവിടുത്തെ പ്രത്യേക സാഹചര്യം?
ഈ ബലഹീനരെന്നും ശക്തരെന്നും ഒക്കെ പറഞ്ഞാൽ ആരെയാണ് പൗലോസ് അർത്ഥമാക്കുന്നത്? പ്രധാനമായിട്ട് ഈ ബലഹീനരെ കുറിച്ചും ശക്തരെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഒന്ന്, കൊരിന്തിലുള്ളതാകുന്ന വിശുദ്ധന്മാരുടെ ഇടയിൽ ഏകദേശം ഇതിന് തുല്യമാകുന്ന, സാമ്യമാകുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. കൊരിന്തിലുള്ളതാകുന്ന പ്രശ്നം, ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ഒത്തിരി വിശുദ്ധന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവര് വിഗ്രഹാരാധികളായിരുന്നു. നേരത്തെ വിഗ്രഹാരാധികളായിട്ടും വിഗ്രഹാർപ്പിതം തിന്നും വിഗ്രഹങ്ങളോട് ചേർന്നും ആ നിലയിൽ ജീവിച്ചവരായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളതാകുന്ന വിശുദ്ധന്മാർ ദൈവസഭയിലേക്ക് വന്നപ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ആഹാരകാര്യങ്ങളോടുള്ള ബന്ധത്തിൽ, തിന്നുന്നതിനോടും കുടിക്കുന്നതിനോടുമുള്ള ബന്ധത്തിൽ ഏകദേശം അതേ നിലയിലുള്ള കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ തുടർന്നെഴുതുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആ സംശയം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ആദ്യമേ അതൊന്ന് പറഞ്ഞു പോകുകയാണ്. കൊരിന്തിലുണ്ടായിരുന്ന പ്രശ്നം വളരെ യുണീക്കാണ്. അവിടുത്തെ പ്രശ്നം വിഗ്രഹാർപ്പിതങ്ങളെ സംബന്ധിച്ചുള്ള വിഷയമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നവരാകുന്ന ആ വിശുദ്ധന്മാരുടെ മനസ്സിൽ പല ധാരണകളും ധാരണപ്പെശകളും ഒക്കെ ഉണ്ടായിരുന്നു. പൗലോസ് അത് തിരുത്താനായി ശ്രമിക്കുന്നുണ്ട്. വിഗ്രഹമേതുമില്ലെന്നും സ്തോത്രത്തോടെ അനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ അതൊക്കെ എന്തും, കാരണം ഭൂലോകവും അതിന്റെ നിറവും കർത്താവിനുള്ളതാണെന്നും ഒക്കെ പറഞ്ഞ് അവരുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുന്നതും അതിന്റെ മറുവശമായിട്ടും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. എന്നാൽ അതല്ല ഇവിടെ പൗലോസ് പറയുന്നത്. കാരണം അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം, അവര് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് ഇറച്ചിയും മാംസവും വിഗ്രഹാർപ്പിതങ്ങളായിരിക്കും. അതായിരുന്നു പഴയ കാലത്തെ പതിവെന്നുള്ളത്. ഏത് മാംസം മേടിച്ചാലും അത് വിഗ്രഹാർപ്പിതങ്ങളായിരിക്കും. കാരണം ആ ബുച്ചർ കൊല്ലുമ്പോഴോ അതിന്റെ ശേഷമോ ഈ മാംസത്തിന്റെ ഒരു ഭാഗം വിഗ്രഹങ്ങൾക്ക് നിവേദിക്കുക പതിവായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാംസം മാർക്കറ്റിൽ പോയി മേടിച്ചാൽ അത് വിഗ്രഹാർപ്പിതമാകുന്നു എന്ന ചിന്ത അവരെ ഭരിച്ചിരുന്നു. കൊരിന്തിലെ പ്രശ്നം അതായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ഒരു കാലവും മാംസം തിന്നുകയില്ല എന്റെ സഹോദരന്മാർക്ക് വേണ്ടി എന്ന് താൻ പറയുന്നു. കാരണം അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ആ പ്രത്യേക പശ്ചാത്തലമല്ല റോമിൽ ഉണ്ടായത്. റോമിൽ വാസ്തവത്തിൽ ഈ വിഗ്രഹാർപ്പിതങ്ങളോടുള്ള ബന്ധത്തിൽ ഉള്ള വിഷയങ്ങളല്ല റോമിലെ പ്രശ്നം. നേരെ മറിച്ച് റോമിൽ ഉണ്ടായിരുന്ന പ്രശ്നം, റോമിലെ ദൈവസഭയിൽ യഹൂദന്മാരിൽ നിന്ന് ഒരു നല്ല പങ്ക് പ്രിയപ്പെട്ടവര് ദൈവമക്കളായി തീർന്നു. യഹൂദ മതത്തിൽ നിന്നും മാത്രമല്ല, ജാതികളിൽ നിന്നും യഹൂദ മതം ആദ്യം സ്വീകരിച്ച യഹൂദ മതാനുസാരികൾ എന്ന് വിളിക്കപ്പെടുന്ന ജാതികളും ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നു. അതുകൂടാതെ ജാതികളിൽ നിന്ന് നേരിട്ട് രക്ഷിക്കപ്പെട്ടു വന്നവരും റോമിലെ ദൈവസഭയിലെ അംഗങ്ങളായിരുന്നു. റോമിൽ ഈ യഹൂദ മതാനുസാരികളിൽ നിന്നും യഹൂദ മതത്തിൽ നിന്നും ദൈവമക്കളായി വന്ന പല വിശുദ്ധന്മാരും അവർ വിട്ടുപോന്നതാകുന്ന പല നിരുപദ്രവകരം എന്ന് ഒരുപക്ഷെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചില പാരമ്പര്യങ്ങളൊക്കെ അവർ മുറുകെ പിടിച്ചിരുന്നു. പ്രത്യേകിച്ച് ആ പ്രത്യേക കാലഘട്ടത്തിലായിരുന്നു ഇതെന്നും നമ്മൾ ചിന്തിക്കണം. കാരണം അത് 1-ാം നൂറ്റാണ്ടിൽ സഭയുടെ ട്രാൻസിഷണൽ പീരീഡ് ആയിരുന്നു. ആ ട്രാൻസിഷണൽ പീരീഡിൽ ആയിരുന്നതുകൊണ്ട് തന്നെ യഹൂദ മതത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ദൈവമക്കളാണെങ്കിൽ കൂടെ അവർക്ക് പല റിസർവേഷൻസും ഉണ്ടായിരുന്നു. അതായത് ചില ആഹാരമൊന്നും അവർ കഴിക്കത്തില്ലായിരുന്നു.
ചില മാംസം അവർ തിന്നത്തില്ലായിരുന്നു. കാരണം യഹൂദന്റെ ന്യായപ്രമാണമനുസരിച്ച് അതിനെ, ആ മൃഗത്തെ അറുത്തു എങ്കിൽ മാത്രമേ യഹൂദൻ അത് തിന്നാൻ പ്രമാണമുള്ളൂ, അല്ലെങ്കിൽ അവൻ അശുദ്ധനായി തീരും. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന വിശുദ്ധന്മാര് പലരും ജീവിച്ചിരുന്നത്. അപ്പോൾ ആ പ്രത്യേക സാഹചര്യമാണ് ഇതിന് പശ്ചാത്തലം. ഇത് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നാൽ അത് നമുക്ക് വ്യക്തതയോടെ ഗ്രഹിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോയതിനെ കുറിച്ച് യെരുശലേം സഭയിൽ ഒരു വലിയ വാദപ്രതിവാദമുണ്ടാകുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ അങ്ങനെ വാദപ്രതിവാദമുണ്ടാകുമ്പോൾ അവിടെ പോയി പത്രോസ് എന്തുകൊണ്ട് തിന്നു കുടിച്ചു എന്നതിന് തൃപ്തികരമാകുന്ന ഒരു വിശദീകരണം താൻ നൽകുന്നുണ്ട്. വിശേഷിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 11-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ കടന്നു വന്നു കഴിഞ്ഞാല്, ഞാനിത് പറയുന്നത് അല്പം പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയെങ്കിലേ ഇതിന്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്റെ ഒപ്പം വരണേ. ഈ ചരിത്രം പറയുന്നത് ചിലപ്പം ഹിസ്റ്ററി ഈസ് ബങ്ക് എന്നും ബോറിംഗ് എന്നും ഒക്കെ പറയാറുണ്ട്. പക്ഷെങ്കിൽ ചരിത്രം ആവശ്യമാണ് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഞാൻ പുറത്തുള്ള ചരിത്രമൊന്നും പറയുന്നില്ല, വചനത്തിലുള്ള ചരിത്രം മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കണമേ. അപ്പോസ്തല പ്രവൃത്തി 11-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. യെസ്. അപ്പൊ യഹൂദയിലുള്ള സഹോദരന്മാർ, അവിടെ ആരെ ഉണ്ടായിരുന്നെന്നുള്ളറിയാമോ? യഹൂദന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദ ക്രിസ്ത്യാനികളാ അവർ മുഴുവനും. യഹൂദയിൽ ഉണ്ടായിരുന്ന സഹോദരന്മാർ. അന്ന് ജാതികള് വന്നിട്ടില്ല, ജാതികൾ വരുന്നതിന് മുൻപ്. എന്നാൽ 10-ാമത്തെ അധ്യായത്തിലാണ് ജാതികളുടെ മാനസാന്തരം, കൊർന്നല്യോസിന്റെ മാനസാന്തരം. അപ്പോൾ ഇതാണ് പ്രത്യേക പശ്ചാത്തലം. വായിച്ചു, പെട്ടെന്ന് വായിച്ചു. നോക്കുക, ഇതായിരുന്നു പ്രശ്നം. അപ്പോൾ ആ ട്രാൻസിഷൻ പീരീഡാ. നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു. അപ്പൊ നാച്ചുറലി യു ആർ സെറിമോണിയലി അൺക്ലീൻ. കാരണം നീ ഭക്ഷണപാനീയങ്ങളിൽ ഉള്ള യഹൂദന്റെ വ്യത്യസ്തത നിലനിർത്തിയില്ല. ഇത് ആദിമസഭയിലെ ഒരു പ്രശ്നമായിരുന്നു, ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ടും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈ വിശുദ്ധന്മാർക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ആ പ്രശ്നം വെച്ചുകൊണ്ടിരിക്കാൻ യാതൊരു എക്സ്ക്യൂസും ഇല്ല എന്ന് പറയാനാണ് ഞാൻ തുനിയുന്നത്. അല്ലാതെ അങ്ങനെ നമുക്ക് തുടരാൻ വചനത്തിൽ സാധ്യതയുണ്ടെന്നല്ല പറഞ്ഞു വരുന്നത്. ശ്രദ്ധിക്കണേ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ ട്രാൻസിഷൻ പീരീഡിൽ ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. ആ ട്രാൻസിഷൻ പീരീഡ്, അതായത് യഹൂദ മതത്തിൽ നിന്നാണ് ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടു വന്നത്. ആ പൂർണ്ണമാകുന്ന ഉപദേശങ്ങളും ദൈവസഭയുടെ സ്ട്രക്ചറിലേക്കൊന്നും വന്നിട്ടില്ല. ആ ട്രാൻസിഷണൽ പീരീഡാണിത്. അവിടെയാണ് പ്രശ്നം. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് യെരുശലേമിലുള്ള വിശുദ്ധന്മാർ ഒന്നിച്ചു കൂടിയിരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പഴയ നിയമ തിരുവെഴുത്തുകളെ ആധാരമാക്കി അതിനൊരു തീർപ്പ് കൽപ്പിക്കുന്നത്. മനസ്സിലായോ? അത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ആ ആരോപണം വന്നു കഴിഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു, അല്ല, അങ്ങനെയല്ല കാര്യം. ദൈവം എന്നോട് നേരിട്ട് സംസാരിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന്. ഈ കൺവിക്ഷൻ പത്രോസിന് ഉണ്ടായിരുന്നിട്ടുകൂടി പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞ് അന്ത്യോക്യയിൽ ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളി കാലിടറുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പരസ്യമായിട്ട് പൗലോസ് പത്രോസിനെ ശാസിക്കേണ്ടതായി വരുന്ന സംഭവവും നമ്മൾ വായിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം നമ്മൾ ചിന്തിച്ചപ്പോൾ ആ കാര്യം ഞാൻ പറഞ്ഞതാ, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ആകട്ടെ, അങ്ങനെയുള്ളതാകുന്ന പ്രത്യേക സന്ദർഭങ്ങൾ. അപ്പോൾ ഇവിടെ റോമിലുണ്ടായിരുന്ന പ്രശ്നമെന്ന് പറയുന്നത് ആഹാരക്രമങ്ങളും പ്രത്യേക ദിവസങ്ങൾ ചിലർ ആചരിക്കുന്നതിനോടുമുള്ള ബന്ധത്തിലാണ്. അപ്പൊ ആ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു.
യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നവർക്ക് ഈ ഒരു വലിയ പ്രശ്നം അവർക്കുണ്ടായിരുന്നു. അതായത് അവര് പെട്ടെന്ന് അതൊന്നും വിടാനുള്ള മനസ്സ് പലർക്കുമില്ലായിരുന്നു. അവരുടെ മനസാക്ഷി ബലഹീനരായിരുന്നവർ. അതുകൊണ്ട് പെട്ടെന്ന് അത് വിട്ടുകളഞ്ഞേച്ച് ഇങ്ങോട്ട് വരാനുള്ളതാകുന്ന ആ ഒരു മെച്യൂരിറ്റി ഒന്നും അവർക്ക് ഇല്ലായിരുന്നു. അങ്ങനെ ഇമ്മച്വറായിട്ടുള്ള വിശ്വാസത്തിൽ ബലഹീനരായിരുന്ന ചില സഹോദരന്മാർ റോമിലെ സഭയിലുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ നിലയിൽ വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് ഒരിക്കലും ഇതിനെ അംഗീകരിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് അത് മനസ്സിലാക്കുകയും ചില പോളിസി കൺസെഷൻസ് താൻ ചെയ്യുകയുമായി ചെയ്യുന്നത്. പോളിസി കൺസെഷൻസ്. അല്ലാതെ ഒരിക്കലും തന്റെ പ്രിൻസിപ്പിൾസ്, തന്റെ ഡോക്ട്രിൻസ്, ഉപദേശങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തില്ല. ഇത് നമ്മെ മനസ്സിലാക്കണം. ഞാനത് വ്യക്തമാക്കാൻ വേണ്ടി ഒരു കാര്യം നിങ്ങളോട് പറയാം. ഉപദേശം കോംപ്രമൈസ് ചെയ്യാതെ തന്നെ പൗലോസ് ബലഹീനർ എന്ന് താൻ ഇവിടെ വിശേഷിപ്പിക്കുന്ന അങ്ങനെയുള്ളവർ യെരുശലേമിലും ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ചില കൺസെഷൻസ് ചെയ്യുന്നത് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൺസെഷനെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കണേ, കൺസെഷൻസ്. അല്ലാതെ ബലഹീനരായിട്ടുള്ളവർ, ഇമ്മച്വറായിട്ടുള്ളവർ എന്നും അവരുടെ ഇമ്മച്യൂരിറ്റിയിൽ തുടരാനുള്ളതാകുന്ന പ്രചോദനം കൊടുക്കുകയല്ല. നേരെ മറിച്ച് ഇമ്മച്വറായിട്ടുള്ളവരെ, വിശ്വാസത്തിൽ ബലഹീനരായവരെ താങ്ങുകയും അവരെ ആ മെച്വർ ലെവലിലേക്ക് കൊണ്ടുവരുവാൻ ശക്തരായവർ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് പൗലോസ് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ? ഇതൊരിക്കലും മറന്നു പോകരുത്. ഞാൻ പറഞ്ഞു മുൻപോട്ട് പോകട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇതിന് വളരെ വ്യക്തമാകുന്ന തെളിവ് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഈ യെരുശലേം കൗൺസിൽ കൂടുന്ന സംഭവം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം നമുക്ക് ആവശ്യമാ. അതുകൊണ്ടേലേ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലെ പല കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് അല്പം ചരിത്രം പഠിക്കാം. ആണ്ടുകളൊന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട. ചരിത്രം അതുപോലെ അല്പം ഒന്ന് മനസ്സിലാക്കാം. 15-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. പരിച്ഛേദന എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതായത് പത്രോസിനെ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്ത 11-ാം അധ്യായത്തിൽ കാണുന്ന ആ ഗ്രൂപ്പുകാർ തന്നെ പ്രശ്നമുണ്ടാക്കി. അവര് പറഞ്ഞു, മോശ കൽപ്പിച്ച പ്രമാണങ്ങൾ അനുസരിച്ചെങ്കിലേ രക്ഷ സമ്പൂർണമാകുന്നുള്ളൂ, അതും കൂടെ വേണം. അപ്പൊ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, അതും കൂടെ അങ്ങ് അനുസരിച്ചാൽ എന്നാ കുഴപ്പം? നോ, പൗലോസ് പറയുന്നു അത് സാധ്യമല്ല. നമ്മൾ വായിക്കുന്നത് എന്താ ആ കാര്യം? അതിന്റെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. എങ്കിലും പ്രധാനപ്പെട്ട ചില വാക്യങ്ങളൊന്ന് വായിക്കണം. അതിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. സുറിയ ദേശത്തുള്ള അന്ത്യോക്യയിലെ സഭയിൽ യഹൂദയിൽ നിന്ന് ചിലർ വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിശോധന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. ആകട്ടെ, വായിച്ചു. അടുക്കൽ പോകണം എന്ന് നിശ്ചയിച്ചു. അവരെ യാത്രയച്ചിട്ട് അവർ കൊയിനിക്കയിലും കൂടിക്കടന്ന് ജാതികളുടെ മാനസാന്തരപരം അറിയിച്ചു. സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അവർ യെരൂശലേമിലെത്തിയപ്പോൾ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും കൈക്കൊണ്ടു ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തൊക്കെയും അവർ അറിയിച്ചു. എന്നാൽ പരീക്ഷപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർക്ക് അവരെ പരിശോധന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. നോക്കുക, ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം. യെരുശലേമിലെ സുന്നഹദോസിന് അല്ലെങ്കിൽ കൗൺസിൽ കൂടുവാൻ ഉണ്ടായ പ്രശ്നം ഇതായിരുന്നു. അപ്പൊ ആ പ്രശ്നത്തിന്, ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് നിന്ന് ആ കാര്യമൊക്കെ പറയും. നമ്മൾ താഴോട്ട് വായിക്കുന്നു. 12-ാം വാക്യം മുതൽ ജനസമൂഹം എല്ലാതും മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ വിവരിച്ചു പറഞ്ഞു. ആകട്ടെ, അതിനുശേഷം
അതിന്റെ 13-ാമത്തെ വാക്യത്തിന്റെ വാക്യം മുതല് യാക്കോബ് അപ്പോസ്തോലൻ, കർത്താവിന്റെ സഹോദരനാകുന്ന യാക്കോബ് അപ്പോസ്തോലൻ പറയുന്ന വാക്കുകളാണ് നമ്മളവിടെ വായിക്കുന്നത്. താഴോട്ട് ഞാൻ മുമ്പേ പറഞ്ഞ ആ തത്വം ഒന്ന് ശ്രദ്ധിക്കണം. വലിയ പ്രശ്നമുണ്ടായപ്പം സഭയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും റൂൾ 1ഉം 3ഉം ഒന്നും കോട്ട് ചെയ്യുകയല്ല, പിന്നെ സഭയുടെ അടിസ്ഥാന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആകുന്ന ഈ പുസ്തകം കോട്ട് ചെയ്താണ് യാക്കോബ് തുടങ്ങുന്നത്. ശ്രദ്ധിച്ചേ, നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചേ അവിടെ എങ്ങനെയാ യാക്കോബ് തുടങ്ങുന്നത്. ഇതിനോട് 15-ാം വാക്യം 15-ാം വാക്യം വാക്യങ്ങൾ നോക്കുന്നു, നോക്കിയേ. അപ്പൊ ദാറ്റ് വിച്ച് എഗ്രീസ് വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്, ലെറ്റ് us see what the scripture says about this thing. പ്രിയമുള്ളവരെ, ആ പർട്ടിക്കുലർ ഇഷ്യൂവിന് ഒരു പക്ഷേ അവിടെ ഇന്നതുപോലെ ചെയ്യണമെന്ന് എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ദൈവസഭയുടെ വിശ്വാസത്തിനോ നമ്മുടെ കസ്റ്റംസിനോ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾക്കോ വ്യക്തമായ ഗൈഡൻസ് നൽകുവാൻ വേദപുസ്തകത്തിൽ അടിസ്ഥാനമുണ്ട്. അതിലേക്ക് നമ്മൾ മടങ്ങി വരാത്തതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ദൈവസഭയിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരം കാണാൻ വചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഈ ഒരു പ്രധാനപ്പെട്ട തത്വം ഇവിടെ നമ്മൾ വീണ്ടും കാണുകയാണ്. അങ്ങനെ യാക്കോബ് എഴുന്നേറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. എന്നാൽ അതിന്റെ 19-ാമത്തെ വാക്യത്തില് ഒരു സേഫ് ഗാർഡ്, 19 മുതലുള്ള വാക്യങ്ങളിൽ ഒരു സേഫ് ഗാർഡ് താൻ അവിടെ വെക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് വായിച്ച് അതിന്റെ 19-ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ച് പിന്നെ നോക്കുക. വിഗ്രഹമാലിന്യങ്ങൾ, ഫുഡ് ഓഫേർഡ് ടു ഐഡൽസ്. ഓക്കെ, അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പരസംഗം ശ്വാസം മുട്ടിച്ചർത്തതും കൂടെ അതിനോടുകൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഇപ്പൊ വിശദീകരിക്കാൻ നേരമില്ല, പിന്നീട് ഒരു സമയത്ത് ഞാൻ വിശദീകരിക്കാം. പിന്നെ പറയുന്നു, രക്തം എന്നിവ വർദ്ധിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണം എന്ന്. അതിന്റെ കാരണം എന്താ? 21-ാം വാക്യം, മോശയുടെ ന്യായപ്രമാണം. അതായിരുന്നു അതിന്റെ കാരണം. അതായത് ഈ യഹൂദ ക്രിസ്ത്യാനികൾ മോശയുടെ ന്യായപ്രമാണം വായിച്ചു കേൾക്കുകയും അതിലുള്ള പ്രമാണങ്ങളുമായിട്ട് തങ്ങളുടെ ജീവിതത്തെ റിലേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു എപ്പോഴും. അന്നേരം ജാതികളാകുന്ന സഹോദരന്മാര് അവർക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ അവരും കൂടെ വരുമ്പോൾ ഈ സഹോദരന്മാരെന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഇവരുടെ കൂടെ കർത്തൃമേശ എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഒരു സേഫ് ഗാർഡ് എന്ന നിലയിൽ യാക്കോബ് പറഞ്ഞു, ആകട്ടെ അവരെ നിങ്ങളൊന്ന് അംഗീകരിക്കുക. അവരുടെ ആ മനസാക്ഷി ബലഹീനമായതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ആ സഹോദരങ്ങളും ഒന്ന് മെച്യൂർ ആകാൻ വേണ്ടി, നിങ്ങൾ ലിബർട്ടി ഉണ്ട് നിങ്ങൾക്ക് യേശുവിൽ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് നിങ്ങളെ അശുദ്ധരാക്കുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെങ്കിൽ ചിലരുടെ ബലഹീന മനസാക്ഷി നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യം ഒന്ന് അതൊന്ന് ഒഴിവാക്കിയാൽ നന്ന് എന്നവരോട് പറയുന്നു. ആകട്ടെ അതിന്റെ 27-ാമത്തെ വാക്യം മുതൽ വായിച്ചാലും അതേ കാര്യം തന്നെ നമ്മൾ കാണുന്നുണ്ട്. ആകട്ടെ മുകളിൽ പൗലോസ് ശ്ലീഹ വളരെ വ്യക്തതയോടെ പരിച്ഛേദനയും യഹൂദ മതത്തിന്റെ ആചാരക്രമങ്ങളും ക്രിസ്തു തുടങ്ങിയ രക്ഷയുടെ പൂർത്തീകരണത്തിന് ആവശ്യമില്ലെന്ന് വളരെ വ്യക്തമായി തെളിയിച്ചല്ലോ. തെളിയിച്ച ശേഷം ഇനി നിങ്ങൾ എന്റെ ഒപ്പം വരണേ, എന്റെ ഒപ്പം ചിന്തിക്കണേ. എന്റെ ആ ലൈൻ ഓഫ് തോട്ട് മനസ്സിൽ നിന്ന് വിട്ടുപോയാൽ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാകില്ല. അതുകൊണ്ട് ഒപ്പം വരിക പ്ലീസ്. ഇത് തെളിയിച്ചു, ഉപദേശം സ്ഥാപിച്ചു, അതിന്റെ ആവശ്യമില്ല, ന്യായപ്രമാണത്തിന്റെ പ്രമാണങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ട കാര്യമില്ല, സ്ഥാപിച്ചു. എന്നാൽ ജാതികളോട് പറഞ്ഞു, നിങ്ങൾ ചില കൺസെഷൻസ് ഒക്കെ
മനസാക്ഷി നിമിത്തം അവരെ ഓർത്ത് നിങ്ങൾ ചെയ്യ്, ബലഹീന വിശ്വാസികളെ ഓർത്ത് നിങ്ങൾ ചെയ്യ് ചില കൺസെഷൻ പ്ലീസ്. അതായിരുന്നു അപ്പോസ്തലന്മാർ പറഞ്ഞത്. പക്ഷെ ഇതിന്റെ ആവശ്യമില്ല, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊന്നും നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമായ കാര്യമല്ല. പക്ഷെങ്കിൽ പ്ലീസ് അവരെ ഓർത്ത് നിങ്ങൾ ഇത് ചെയ്യ്. ഈ ഒരു കൺസെൻസസ്, ഒരു എന്തുവാ പറയുന്നേ, സമവായം ഇപ്പൊ നമ്മുടെ പത്രത്തിലൊക്കെ ഇതുണ്ടാക്കി അവിടെ ഉണ്ടാക്കിയ ശേഷം ഉപദേശത്തിന്റെ ആ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല. പരിച്ഛേദന വേണ്ട എന്ന് വ്യക്തമായി സ്ഥാപിച്ചു. അങ്ങനെ സ്ഥാപിച്ചിട്ട് പൗലോസ് തന്നെ തന്റെ ശുശ്രൂഷയിലും ചില കൺസെഷൻസ് ചെയ്തു. വായിക്കാം. അതിന്റെ 16-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം വാക്യം വായിച്ചേ. ഞാൻ ഈ പറയുന്നത് ചരിത്രവും നമ്മൾ ഇപ്പോൾ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തിയിലെ ചില റെഫറൻസുകൾ മനസ്സിലാക്കാനും ഞാൻ ഈ പറയുന്നത് സഹായകമാണ്. പശ്ചാത്തലം മനസ്സിലായി വരുന്നുണ്ടല്ലോ. അതിന്റെ 16-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചേ. ഓക്കെ, 2 മുതൽ വായിച്ചു. 2 മുതൽ വായിച്ചു. തിമത്യോസിനെ കുറിച്ചാ പറയുന്നത്. തിമത്യോസിനെ കുറിച്ചാ പറയുന്നത്. പറഞ്ഞോ, വായിച്ചു. ശ്രദ്ധിക്കണേ, അവന്റെ അപ്പൻ യവനനെന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാരെല്ലാം, യഹൂദന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളെ കുറിച്ചാ പറയുന്നേ കേട്ടോ. അവന്റെ അപ്പൻ യവനനെന്ന് യഹൂദന്മാർക്കെല്ലാം അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു പൗലോസ് അവിടെ? അവരെ വിചാരിച്ച് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം, ഈ 15-ാം അധ്യായത്തിൽ ശക്തിയുക്തം പരിച്ഛേദന ആവശ്യമില്ലെന്ന് പറഞ്ഞേച്ച് 16-ാം അധ്യായത്തിൽ വരുന്നോടനെ തിമത്യോസിനെ പിടിച്ച് പരിച്ഛേദന കഴിപ്പി. ഇതെന്നോ കോൺട്രഡിക്ഷൻ ആണെന്ന് ഒരിക്കലേലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും മനസ്സിരുത്തി വായിച്ചിട്ടുണ്ടേ ചിന്തിച്ച് കാണുമെന്ന എന്റെ ചിന്ത. എന്നാ ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് കാര്യം എന്താന്ന്. ഇതായിരുന്നു കാര്യം. അതായത് ആദ്യം വ്യക്തമായി പറഞ്ഞു, ഉപദേശം സ്ഥാപിച്ചു, അതിന്റെ ആവശ്യമില്ല. പക്ഷെങ്കിൽ അവരെ വിചാരിച്ച്, അവരുടെ മനസാക്ഷിയെ ഓർത്തപ്പോ അവരുടെ ആ പക്വതയിലേക്കൊന്ന് അവരെ ഒന്ന് ലിഫ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസെഷൻ ചെയ്തു. അവരെ വിചാരിച്ച് എന്ത് ചെയ്തു? പരിച്ഛേദന കഴിപ്പിച്ചു. ഇനിയും ചില വാക്യങ്ങളൂടെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. അത് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ അതിന്റെ 21-ാം അധ്യായത്തിലേക്ക് വന്നേ. 21-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. യെരുശലേമിൽ ചെന്നുള്ള കാര്യമാണ്. വായിച്ചു. നോക്ക, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിക്കുന്നവർ, മറ്റുള്ളവരെ കുറിച്ചല്ല പറയുന്നത്, വിശ്വസിക്കുന്നവർ എത്ര ആയിരമുണ്ട്. യെസ്, അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരാ സർക്കംസിഷൻ പാർട്ടിയിൽപ്പെട്ട് വിശ്വാസം വിട്ടുപോയവരെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പിന്നെയോ ന്യായപ്രമാണത്തിലെ ആ ചില കാര്യങ്ങൾ അവരതിൽ നിന്ന് അങ്ങോട്ട് വന്ന് അവർക്ക് ന്യായപ്രമാണം ഓൾ ടുഗെദർ, ഞാൻ പറഞ്ഞല്ലോ ആ ട്രാൻസിഷൻ പീരീഡാണ്, അത് റെപ്യൂഡിയേറ്റ് ചെയ്യുവാൻ, അത് റിജക്റ്റ് ചെയ്യുവാൻ അവർക്ക് കഴിയുന്നില്ല, ബലഹീനരാ. അപ്പൊ അവര് ന്യായപ്രമാണ തൽപരരെന്ന് നീ വായിച്ചു. ആകുന്നു. മക്കളെ പരിച്ഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും ഈ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ച് കളവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെ കുറിച്ച് നോക്കിയേ, ഒരു തെറ്റായ ധാരണ നിന്നെ കുറിച്ച് അവർക്കുണ്ട്. നീ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്നവനല്ല, ജാതികളുടെ ഇടയിലെല്ലാം ചെന്ന് ന്യായപ്രമാണത്തിനെതിരെ പ്രസംഗിക്കുന്നവനാണെന്നാണ് നിന്നെക്കുറിച്ചുള്ള കിംവദന്തി. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, അങ്ങനല്ലെന്ന് അവർക്കൊന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് അവിടെ എന്ന് പറഞ്ഞാണ് താഴോട്ടുള്ള സംഭവം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ചില കൺസെഷൻസ്, അങ്ങനെയുള്ള കൺസെഷൻസിനെ കുറിച്ചാണ് അപ്പോ റോമാലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നു. മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലായോ? അതാണ് ബലഹീനരും ശക്തരും. ഇപ്പൊ അത് വ്യക്തമായി എന്ന് ഞാൻ ചിന്തിക്കുക. വ്യക്തമായെന്ന് ഞാൻ മനസ്സിലാക്കിയ. എനിവേ, നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെയുള്ളതാകുന്ന കൺസെഷൻസ്, ആ കൺസെഷൻ അത് ശക്തരായവർ അവരെങ്ങനെയാണ്
ചെയ്യേണ്ടത്? ആദ്യം ഒരു പോസിറ്റീവ് പ്രിൻസിപ്പിൾ അവിടെ കൊടുക്കുക. 1-ാം വാക്യം ഒന്ന് വായിച്ചേ, 14:1. ആ ആ ആ സ്തോത്രം. സൗരന്മാര് മറ്റാരും ഒക്കെ ഇല്ലേ വായിപ്പാൻ? ആ ആ ഓക്കെ. ജോയ് ബ്രദർ വായിച്ചോണ്ടല്ലേ ഞാൻ പറഞ്ഞു, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു, അതുകൊണ്ടാ. ആകട്ടെ, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവീൻ. അപ്പോഴാദ്യം ഒരു പോസിറ്റീവ് പ്രിൻസിപ്പിള് അവിടെ കൊടുക്കുക. 2 കാര്യങ്ങളാ അതിനകത്തുള്ളത്. 1, വിശ്വാസത്തിൽ ബലഹീനനായവനെ അംഗീകരിക്കണം, അക്സെപ്റ്റ് ഹിം, ചേർത്തുകൊള്ളണം. 2, സംശയ വിചാരങ്ങളെ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. സംശയ വിചാരങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പേ ഈ പറഞ്ഞ കാര്യങ്ങളാ. അവന്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അവന്റെ മനസാക്ഷിയിൽ. അതിനെ എന്ത് ചെയ്യരുത്? ഔട്ട്റൈറ്റ് നീ അങ്ങ് വിധിക്കണ്ട. സംശയ വിചാരങ്ങൾ ഇവിടെ താഴോട്ടുള്ളതാകുന്ന വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിധിക്കരുത്, വിധിക്കരുത്, വിധിക്കരുതെന്ന് പറയുന്ന ആവർത്തിച്ചുള്ള വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരുത്തന്റെ ദാസനെ വിധിക്കാൻ നീ ആരാ? ഈ വാക്യങ്ങളുടെയൊക്കെ മറവിലാണ് പലരും വായി തോന്നിയതെല്ലാം അടിച്ചു വിട്ടേച്ച് വിധിക്കരുത്, വിധിക്കരുതെന്നാ പറയും. നോ, അതല്ല കർത്താവ് ഇവിടെ പറഞ്ഞേക്കുന്നേ. ഞാൻ വ്യക്തമാക്കാം, അതല്ല ഇവിടുത്തെ അർത്ഥം. വിധിക്കരുത് എന്ന് പറഞ്ഞേക്കുന്നത് ഏതർത്ഥത്തിലാ? അത് വ്യക്തമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് തന്നെയാ ഇത് ആദ്യം പറഞ്ഞത്. ഗിരിപ്രഭാഷണം എന്ന് നമ്മൾ വിളിക്കുന്ന സെർമൺ ഓൺ ദ മൗണ്ട്, അതിനകത്ത് 7-ാം അധ്യായം 1-ാം വാക്യം എന്തുവാ? നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. ഒരു ആബ്സല്യൂട്ട് സ്റ്റേറ്റ്മെന്റ് ആണതെന്നാ പലരും ചിന്തിക്കുന്നത്. നോ, ഒരർത്ഥത്തിൽ ആബ്സല്യൂട്ട് സ്റ്റേറ്റ്മെന്റ്, പക്ഷെങ്കിൽ എന്താ അവിടുത്തെ അർത്ഥം? നമ്മുടെ ക്രിട്ടിക്കൽ ഫാക്കൽറ്റീസും വിവേചന ബുദ്ധിയും ഉപയോഗിക്കാതെ വരുന്നതും കേൾക്കുന്നതും എല്ലാം വെട്ടി വിഴുങ്ങിക്കോണമെന്നൊന്നും പുസ്തകത്തിലില്ല. കാരണം കർത്താവ് തന്നെ അതേ അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ? ഇതെങ്ങനെ അറിയാൻ പറ്റുന്നത്? വിധിക്കരുതെന്നുള്ളത് ആബ്സല്യൂട്ട്ലി വിധിക്കരുതെന്നാണെങ്കിൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണമെന്ന് കർത്താവ് പറഞ്ഞത് എങ്ങനെയാ പറ്റുന്നേ? നമ്മുടെ വിവേചന ബുദ്ധി ഉപയോഗിക്കാതെ എങ്ങനെയാ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയുന്നത്? മനസ്സിലായോ? അപ്പൊ വിധിക്കരുത് എന്ന ഒരു വാക്യം എവിടെ നിന്നേലും എടുത്ത് തങ്ങളുടെ ചെയ്തികൾക്കും വിളിച്ചു പറയുന്ന സകലതിനും കൊട പിടിക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. അങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിലില്ല. നേരെ മറിച്ച് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ഫാക്കൽറ്റീസ് ഉപയോഗിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് സ്നേഹത്തിൽ ദൈവവചനത്തിന്റെ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കുവാനും വിവേചിക്കുവാനും തെറ്റാണെന്ന് സങ്കോചമില്ലാതെ പറയുവാനും ദൈവജനത്തിന് കഴിയണം. സ്നേഹവും സത്യവും ഒരുമിച്ച് ചേർന്ന്, കേട്ടോ, സ്നേഹവും സത്യവും ഒരുമിച്ച് ചേർന്ന്. അല്ലാതെ സ്നേഹം മാത്രമാണെങ്കിൽ പിന്നെ എല്ലാം അങ്ങ് ഉൾക്കൊള്ളും. സത്യം മാത്രമാണെന്നുണ്ടെ ഒരു ടോളറൻസും ഇല്ല, ഭയങ്കര ഇംപേഷ്യന്റ് ആവും. അതുകൊണ്ട് സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തു എന്ന സ്ഥലയോളം സകലത്തിലും നാം എന്ത് ചെയ്യണം? വളരണം. അപ്പൊ വിധിക്കരുതെന്ന് പറയുമ്പോൾ ഒന്നും വിധിക്കരുതെന്നും ഒന്നും ചിന്തിക്കരുതെന്നും ആര് പറഞ്ഞാലും അയ്യോ നമ്മളെന്തിനാ വിധിക്കുന്നത്, വേറൊരുത്തന്റെ ദാസനെ വിധിക്കാൻ നമ്മൾ ആരാ എന്ന് പറയുന്ന പരിപാടിയല്ല പൗലോസിലൂടെ പറയുന്നത്. അതിനാ ഞാൻ ഇത്രയും ചരിത്രം പറഞ്ഞത്. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാ ഇത്രയും ചരിത്രം പറഞ്ഞു. അപ്പോ വിധിക്കരുതെന്ന് പറഞ്ഞ പശ്ചാത്തലം വളരെ വ്യത്യസ്തമാണ്.
സംശയ വിചാരങ്ങളെ വിധിക്കേണ്ട. പിന്നെ അവനെ നിങ്ങൾ എന്ത് ചെയ്യണം? ചേർത്തുകൊള്ളണം. അക്സെപ്റ്റ് ഹിം. നമ്മുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി വാണ്ട് ടു ചേഞ്ച് ഹിം ഫസ്റ്റ്, ദെൻ വി വാണ്ട് ടു അക്സെപ്റ്റ് ഹിം. പക്ഷെ വേദപുസ്തകത്തിന്റെ പ്രമാണം അതല്ല. വേദപുസ്തകത്തിന്റെ പ്രമാണം അക്സെപ്റ്റ് ഹിം ഫസ്റ്റ്, ദെൻ ട്രൈ ടു ചേഞ്ച് ഹിം. ആദ്യം അംഗീകരിക്ക്, പിന്നെ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യാൻ തുടങ്ങണം. ഇത് തന്നെയാ കർത്താവ് പറഞ്ഞ ഉപമയിൽ. അത് വളരെ വ്യക്തമാണ്. മുടിയം പുത്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന, വേദപുസ്തകത്തിൽ അങ്ങനെ പേരില്ല, അദ്ദേഹത്തെ പിതാവ് ദൂരേന്ന് വരുന്നത് കണ്ടപ്പം എന്താ പിതാവ് ചെയ്തത്? ചെന്നവനെ സ്വീകരിക്കുകയായിരുന്നു, കെട്ടിപ്പിടിക്കുകയായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവന് വസ്ത്രം മാറി, അവന്റെ കാലേല് ചെരിപ്പിടിവിച്ചു. നോക്കിയേ, see, accepting him first, then trying to change him. അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് വേദപുസ്തകത്തിന്റെ പ്രിൻസിപ്പിൾ. പലപ്പോഴും അവേർഷനാ പലരോടും തോന്നുന്നത്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടേതാകുന്ന ചിന്തകൾക്കും നമ്മുടേതാകുന്ന ചില മനസ്സിൽ വെച്ചേക്കുന്ന ചില ചട്ടക്കൂടുകളുണ്ട്. അതനുസരിച്ച് ഒരുവനാകുന്നില്ലെങ്കിൽ അവനെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നേയില്ല. നോ, ദൈവവചനം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ദൈവവചനം പഠിപ്പിക്കുന്നത് അവനെ സ്വീകരിക്കുക. പിന്നെ അവന്റെ സംശയ വിചാരങ്ങൾ, നീ മെച്യൂർ ആയിരിക്കാം, പക്ഷെങ്കിൽ മെച്യൂർ ആകുന്ന നിന്റെ മെച്യൂരിറ്റിയിലേക്ക് അവൻ വരത്തക്കതുപോലെ സ്നേഹത്തിൽ അവനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ഇതാ ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിൾ. അങ്ങനെ പൗലോസ് പറയുമ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ബലഹീനനെ ചേർത്തുകൊള്ളേണ്ടത്? അതിന്റെ കാരണങ്ങളാ പൗലോസ് താഴോട്ട് നൽകുക. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം, ഈ 12 വാക്യങ്ങളും. ഒന്നാമത്തെ കാരണം താൻ പറയുന്നത്, അതിന്റെ 2ഉം 3ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ പറയുന്നത്, അവനെ ഒരുവനെല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണ കാര്യങ്ങളോടുള്ള ബന്ധത്തില് ആ പ്രത്യേക സാഹചര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇതായിരുന്നു അവിടുത്തെ പ്രശ്നം. ഒരുവനെല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത് എന്ന് പറഞ്ഞാൽ അവനെ വിധിക്കരുത്. എന്താണ് തിന്നാത്തെ? കർത്താവെല്ലാം ശുദ്ധീകരിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ ആ കാര്യമൊന്നും പറയാതെ സ്നേഹത്തിൽ അവനെ അക്സെപ്റ്റ് ചെയ്യുക. മറ്റവൻ എന്ത് ചെയ്യണം? മറ്റവൻ അവന്റെ കൺവിക്ഷൻ അല്ല ഇവന്റെ മേല് അടിച്ചേൽപ്പിച്ചിട്ട് അയ്യോ അവൻ അങ്ങനെ നടക്കുന്നവനാന്ന് പറഞ്ഞ് വിധിക്കുകയും ചെയ്യരുത്. ഈ 2 കാര്യവും പൗലോസ് പറയുക അവിടെ. അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ കാരണമായിട്ട് പറയുക, ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നല്ലോ. പ്രിയമുള്ളവരെ, ദൈവം കൈക്കൊണ്ടെങ്കിൽ എനിക്ക് കൈക്കൊള്ളാൻ എന്നാ പ്രശ്നം? പലപ്പോഴും നമ്മൾ പല നിലകളിൽ കൈക്കൊള്ളുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. വർഗവും വർണ്ണവും ജാതി വ്യവസ്ഥയും ദുഃഖകരമെന്ന് പറയട്ടെ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രത്യേക അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിൽ പ്രത്യേകമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ലെറ്റ് ഇറ്റ് ബി, നോ പ്രോബ്ലം, അതവിടെ ഇരുന്നോട്ടെ. പക്ഷെങ്കിൽ ക്രിസ്തുവിൽ സഹോദരൻ എന്ന നിലയിൽ ദൈവം കൈക്കൊണ്ട ഒരുവനെ എനിക്ക് കൈക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അത് ദൈവസന്നിധാനത്തിൽ വലിയ തെറ്റാ. ഇതാ പൗലോസ് ഇവിടെ പറയുന്നത്. കർത്താവ് അവനെ കൈക്കൊണ്ടില്ലേ? അവനെ കർത്താവ് കൈക്കൊണ്ടെങ്കിൽ നിനക്കെന്നാ കൈക്കൊള്ളാൻ ബുദ്ധിമുട്ട്? അവൻ ബലഹീനനാ, കാര്യം ശരിയാ. അവൻ അങ്ങനെയുള്ള ബലഹീനതയുണ്ട്. അവന്റെ കൺവിക്ഷൻസിൽ ചില പാളിച്ചകളുണ്ട്, ശരിയാ. പക്ഷെ അക്സെപ്റ്റ് ഹിം, അവനെ കൈക്കൊള്ളു. കാരണം യേശു കർത്താവ് അവനെ എന്ത് ചെയ്തു? കൈക്കൊണ്ടു. അതാ ഒന്നാമത്തെ കാരണം. 2ാമത്തെ കാരണമായിട്ട് പൗലോസ് പറയുന്ന കാര്യങ്ങൾ അതിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞങ്ങ് പോകാം, അത് വിശദീകരിക്കുന്നില്ല. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, പൗലോസ് ഞാൻ മുമ്പേ പറഞ്ഞു, ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവുമാണ് അവിടെ കൊണ്ടുവരുന്ന ഉപദേശം.
അതാ പറയുന്നത്. ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ജീസസ് ബീങ് ക്രൂസിഫൈഡ് ആൻഡ് ബീങ് റിസറക്റ്റഡ് ഫ്രം ഡെത്ത്. മരണത്തിൽ നിന്നും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. സകല നാമത്തിനും മേലായ നാമം അവിടുത്തേക്ക് ലഭിച്ചു. മരിച്ചവരുടെയും ജീവനോടിരിക്കുന്നവരുടെയും കർത്താവാണ് അവിടുന്ന്. യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് പറയുകയാണ്, വേറൊരുവന്റെ ദാസനെ. അപ്പോൾ ഈ ബലഹീനനു വേണ്ടിയിട്ടും യേശു എന്ത് ചെയ്തു? മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അവന്റെയും കർത്താവാണ്. അപ്പോൾ അവന്റെ മനസ്സിലുള്ള ബലഹീനതയെ നന്നായി മനസ്സിലാക്കുന്ന ഒരു യജമാനനുമായിട്ട് അവൻ കാര്യം തീർക്കുന്നത്. അതിന്റെ ഇടയിൽ നീ കയറിയിട്ട് അവനെ വിധിക്കാൻ നിനക്കെന്ത് കാര്യം? പറയുന്നത് മനസ്സിലാകുന്നു. അതാ 4-ാം വാക്യത്തിന്റെ അർത്ഥം. മറ്റൊരുവന്റെ ദാസനെ നീ എന്തിനാണ് വിധിക്കുന്നത്? ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഈ പ്രത്യേക വിഷയമാണ്, അല്ലാതെ ഇത് ജനറലൈസ് ചെയ്യരുതേ. ഈ പ്രത്യേക കാര്യങ്ങളാ. ആകട്ടെ, അതിന് നമ്മളോടുള്ള ബന്ധത്തിൽ പല പ്രിൻസിപ്പിൾസ് അവിടെ അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് നമ്മൾക്ക് പിന്നീട് ഞാൻ പറയാം, പിന്നീട് സമയം ലഭിക്കുന്ന അനുസരിച്ച്. അപ്പോൾ ഇതാണ് 2ാമത്തെ കാരണമായിട്ട് പറയുന്നത്. അവിടെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യം, ഒരു ദിവസത്തെ താന്താന്റെ മനസ്സിൽ താന്താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ആകട്ടെ, ചില കൺവിക്ഷൻസ് ചിലർക്കുണ്ടാകാം, ചില പ്രത്യേക നിലകളിൽ. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു വലിയ പനി വന്നു. ശ്രദ്ധിക്കാം, ഉദാഹരണം മനസ്സിലാവാൻ വേണ്ടി പറയാം. ഭയങ്കര പനി വന്നു. ഞാൻ മരുന്നെടുക്കുന്നയാളാ. അത് പാപമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ പ്രത്യേക സന്ദർഭത്തിൽ ദൈവം എനിക്കൊരു ബോധ്യം തന്നു, ഈ വിഷയത്തില് മരുന്നെടുക്കേണ്ട കാര്യമില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. ദൈവം എനിക്കൊരു പ്രത്യേക കൺവിക്ഷൻ തന്നു. ഞാൻ അതിൽ ഉറച്ചു നിന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. അടുത്ത ദിവസം എന്നെ കാണാൻ വന്ന ഒരാൾക്ക് ഇതേ അസുഖം പിടിച്ചെന്നിരിക്കട്ടെ. പിടിച്ചപ്പോൾ എനിക്ക് കൺവിക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാ ഞാനത് ചെയ്തത്. പക്ഷെങ്കിൽ എന്റെ വ്യക്തിപരമാകുന്ന കൺവിക്ഷൻ ഞാൻ മറ്റവന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. എന്നിട്ട് അവൻ മരുന്നെടുത്താണെ അവനെ കുറ്റം വിധിക്കാനും അവൻ പാപം ചെയ്തെന്നും പറയാനും പോകരുത്. അവിടെയാ പ്രശ്നം. ഞാനിത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാ പറഞ്ഞേ. എനിക്കുണ്ടായ ഓരോരുത്തരും അവനവന്റെ മനസ്സിൽ എന്ത് ചെയ്യട്ടെ? ഉറച്ചിരിക്കട്ടെ. പിന്നെ ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു. ഇത് ആ ജൂവിഷ് ആദ്യം തിന്നുന്നതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ചില ദിവസങ്ങളെ അവര് ആചരിച്ചു പോന്നു. യഹൂദ ക്രിസ്ത്യാനികളാകുന്ന ആ വിശുദ്ധന്മാര് അവര് ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. നോക്കിക്കേ, അപ്പോൾ ഇവിടെ ഒരു പ്രിൻസിപ്പിൾ, ഒരു പ്രായോഗികമാകുന്ന ഒരു തത്വം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത്, ഞാൻ ചെയ്യുന്ന ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന, ഞാൻ ഭക്ഷിക്കുന്ന ഈ കാര്യം, വെദർ ഐ കുഡ് പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്, ആൻഡ് സെക്കൻഡ്ലി whether it will bring glory to the name of the Lord, whether I can offer it to the Lord. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഏതൊരു കാര്യത്തെയും നമ്മളത് പ്രായോഗികമായിട്ട് നോക്കേണ്ടത് ഇങ്ങനെയാ. ഞാൻ ചെയ്യുന്ന ഈ കാര്യം ദൈവത്തിങ്കൽ നിന്നും ലഭിച്ചതെന്നെനിക്ക് ബോധ്യത്തോടെ അതിന് സ്തോത്രം ചെയ്യുകയും അത് എനിക്ക് കർത്താവിനെ ഏൽപ്പിക്കുകയും ചെയ്യാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ ഈ ഒരു ടെസ്റ്റ് അപ്ലൈ ചെയ്ത് അത് പാസ്സാകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ഇത് പാസ്സാകാത്ത ഒന്നും ചെയ്യാൻ നമുക്ക് അവകാശവുമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? നമുക്ക് പല സംശയങ്ങളുണ്ട്. പാസ്റ്ററെ, ഇന്നത് കണ്ടാ തെറ്റാണോ, അത് തെറ്റാണോ, ഇത് തെറ്റാ? ഈ ഒരു ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. വെദർ ഐ ക്യാൻ പ്രൈസ് ഗോഡ് ഫോർ ദിസ്. പലരും ചോദിക്കും, എനിക്കിപ്പോഴത്തെ ഇതിന്റെ പേരൊന്നും അറിയത്തില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പല പേരൊന്നും ഞാനിപ്പോ പറയുന്നില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് തെറ്റാണോ, അത് കണ്ടാ തെറ്റാന്നൊക്കെ ചോദിക്കും. ഞാൻ അവരോട് പറയാനുള്ള കാര്യം ഇതാ, അത് കണ്ടു കഴിയുമ്പോ, ആ എപ്പിസോഡ് കഴിയുമ്പം പ്രൈസ് ഗോഡ്, സ്തോത്രം
എന്ന് പറയാൻ കഴിയുമെങ്കിൽ കണ്ടു. അല്ല, അത് കണ്ടു കഴിയുമ്പം മനസ്സിൽ മുഴുവൻ ഇതും ചിന്തിച്ചോണ്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഇതാ മനസ്സിൽ വരുന്നതെങ്കിൽ ഇത് ദൈവത്തിന് ഓഫർ ചെയ്യാൻ കഴിയാത്തതാണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രമാണം ഇല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായുണ്ടോ? അതുകൊണ്ട് ഈ പൊതുവാകുന്ന ഈ തത്വം ഉപയോഗിക്കുക. അപ്പൊ ഞാനൊരു ദിവസത്തെ മാനിച്ചാൽ തിന്നുന്നുവെങ്കിൽ കർത്താവിനായി തിന്നുന്നു, തിന്നാതിരിക്കുന്നുവെങ്കിൽ കർത്താവിനായി തിന്നാതിരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ദൈവകരങ്ങളിൽ എനിക്ക് അവിടുത്തെ തിരുനാമത്തിനായി ഇത് സമർപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യം എനിക്ക് ചെയ്യാൻ കഴിയും, അങ്ങനെ അല്ലാത്തത് എനിക്ക് ചെയ്യാൻ കഴിയുകയില്ല. ഈ ഒരു തത്വം ദൈവജനം എല്ലാ കാര്യങ്ങളിലും അപ്ലൈ ചെയ്യണം, വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിൽ. അതുകൊണ്ടാണ് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അടുത്ത വാക്യം എന്നെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. എല്ലാ വാക്യവും ഭയപ്പെടുത്തുന്ന, എന്നാൽ ഈ വാക്യം എനിക്ക് ഭയങ്കര കൺസേൺ ഉള്ള ഒരു വാക്യമാണ്. 7-ാമത്തെ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം, നമുക്ക് സമയമില്ല. ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ച ചിന്തിക്കാം. 7-ാം വാക്യത്തില് അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? നാം ആരും നമുക്കായി, നമ്മൾ ചിന്തിക്കും നമുക്ക് വേണ്ടിയാ നമ്മൾ ജീവിക്കുന്നതെന്ന്. അല്ല, നമുക്കായി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ജീവിക്കുന്നില്ല. നമുക്കായിട്ട് തന്നെ നമ്മൾ മരിക്കുന്നുമില്ല. പിന്നെ നമ്മൾ മരിച്ചാലും ജീവിച്ചാലും നമ്മൾ ആരുടേതാണെന്ന് എപ്പോഴും ഓർത്തോണം. ആരുടേതാ? കർത്താവിൻ്റെതാ. മരിച്ചാലും ജീവിച്ചാലും ഞാൻ കർത്താവിൻ്റെതാ, ഞാൻ എന്റേതല്ല. എന്നെ വിലയ്ക്ക് വാങ്ങിയേക്കുക. നാം ആരും തന്നെ നമുക്കായിട്ട് ജീവിക്കുന്നില്ല, നമുക്കായിട്ട് മരിക്കുന്നുമില്ല. എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതവും എന്റെ മരണവും മൈ ലൈഫ് അഫക്റ്റ് സംബഡി. എന്റെ ജീവിതം വേറൊരാളെ അഫക്റ്റ് ചെയ്യുന്നതാണ്. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ജീവിക്കുന്നത്, എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ മരിക്കുന്നത്. ഈ ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ മേൽ നന്മയ്ക്കായിട്ടോ അല്ല തിന്മയ്ക്കായിട്ടോ നമ്മൾ ഒരു സ്വാധീനം ചെലുത്തുകയാണെന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവകൃപയിൽ തന്നെ എപ്പോഴും തുടരേണ്ടത്. അതുകൊണ്ടാണ് ഇത് ദൈവനാമം മഹത്വപ്പെടുമോ എന്നുള്ള ടെസ്റ്റ് കൊണ്ട് ഞാൻ സകലത്തെയും അളക്കേണ്ടത്. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും സകലവും ദൈവനാമ മഹത്വത്തിനായി ചെയ്യുവിൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരുന്നു, എല്ലാം മുഴങ്കാലും അവിടുത്തെ മുൻപാകെ മടങ്ങും. താഴോട്ട് നമ്മൾ വായിക്കുന്നത്, നാം ഓരോരുത്തരും അവിടുത്തെ സിംഹാസനത്തിന്റെ മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളും അവിടുത്തെ രാജ്യവും അവിടുത്തെ മടങ്ങിവരവും അവിടുത്തെ ന്യായാസനങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ വിശുദ്ധിയോടെ ദൈവകൃപയോടെ ദൈവരാജ്യത്തിന്റെ പുരോഗതിക്കായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിലൊരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.